അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ. എന്താണോ നമ്മൾ വിതക്കുന്നത് അതാണ് നമുക്ക് കൊയ്തെടുക്കാൻ കഴിയുന്നത്. ശക്തമായ ഈമാൻ അല്ലാഹുവിൽ. നോക്കണേ, യൂസുഫ് ഇബ്നു യാഖൂബ് അലൈഹിസ്സലാം, അൽ കരീം ഇബ്നുൽ കരീം ഇബ്നുൽ കരീം ഇബ്നുൽ കരീം യൂസുഫ് ഇബ്നു യാഖൂബ് ഇബ്നു ഇസ്ഹാഖ് ഇബ്നു ഇബ്രാഹിം അലൈഹിസ്സലാം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ ഒരു പിതാവിന്റെ മകൻ, അവരുടെ പിതാവ് മഹാൻ, അവരുടെ പിതാവ് മഹാൻ, അവരുടെ പിതാവ് മഹാൻ. അത് യൂസുഫ് നബി മാത്രമാണ്. യൂസുഫ് നബിയുടെ പിതാവ് യാഖൂബ് നബിയാണ്, ഇസ്ഹാഖ് നബി നബിയാണ്, അവരുടെ ഉപ്പ ഇബ്രാഹിം അലൈഹിസ്സലാം നബിയാണ്. ആ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ പൊട്ടക്കിണറ്റിൽ നഷ്ടമായി. മഹാനായ യാഖൂബ് അലൈഹിസ്സലാം കരഞ്ഞു. യാഖൂബ് സ്വാബിർ, ഒരുപാട് ക്ഷമിച്ച നബിയാണ് യാഖൂബ് അലൈഹിസ്സലാം. ഫല്ലാഹു ഖൈറുൻ ഹാഫിളാ വഹുവ അർഹമുർ റഹീമീൻ. അല്ലാഹുവേ, നീയാണ് ഏറ്റവും നന്നായി സംരക്ഷിക്കുന്നവൻ. യാഖൂബ് നബിയുടെ വാക്കതാ. നഷ്ടപ്പെട്ടു എന്നറിയാം, എന്നാലും അല്ലാഹുവേ, എന്റെ മോനെ നീ സംരക്ഷിക്കുമല്ലോ. വഹുവ അർഹമുർ റഹീമീൻ, നീയാണല്ലോ റബ്ബേ ഏറ്റവും കൂടുതൽ കരുണ ചെയ്യുന്നത്. അല്ലാഹുവിനെ ഏൽപ്പിച്ചതാണ്. മഹാനായ ഹസനുൽ ബസ്രി തങ്ങൾ പറയുന്നു, യൂസുഫ് നബി അലൈഹിസ്സലാമിനെ യാഖൂബ് നബി അവസാന കാലം കണ്ടുമുട്ടുന്നുണ്ട്. ഈജിപ്തിന്റെ കൊട്ടാരത്തിൽ യൂസുഫ് നബി അലൈഹിസ്സലാം അർശിലിരിക്കുകയും ആ അർശിലേക്ക് പിതാവിനെ കയറ്റിയിരുത്തുകയും ചെയ്ത നേരം മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കാണാൻ വരുമ്പോ കണ്ണിന്റെ മീതെ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ഖമീസ് ഇട്ടുകൊടുക്കുകയും ഫർതദ്ദ ബസീറാ, കണ്ണിന് തിമിരം ബാധിച്ചത് തിരിച്ച് കാഴ്ച കിട്ടുകയും ചെയ്ത് യാഖൂബ് നബി അലൈഹിസ്സലാം യൂസുഫ് നബിയുമായി കണ്ടുമുട്ടുമ്പോൾ 80 സന, 80 കൊല്ലം കഴിഞ്ഞിരുന്നു എന്നാണ് ചരിത്രം. 80 കൊല്ലം, യാ അല്ലാഹ്, 80 വർഷം. 80 വർഷത്തിന്റെ ഇടവേളക്ക് ശേഷമാണ് സ്വന്തം മകനെ അല്ലാഹു സുബ്ഹാനഹു വ തആല യാഖൂബ് നബി അലൈഹിസ്സലാമിനെ കാണിച്ചു കൊടുത്തത്. വമാ അലാ വജ്ഹിൽ അർളി അബ്ദുൻ അഹബ്ബ ഇലല്ലാഹി മിൻ യാഖൂബ്. അല്ലാഹുവിന്റെ ഭൂമിയിൽ യാഖൂബ് നബിയെക്കാളും അല്ലാഹുവിന് ഇഷ്ടമുള്ള മറ്റൊരു പടപ്പ്, ഒരു സൃഷ്ടിയും ലോകത്തില്ല തന്നെ. യാഖൂബ് നബി അലൈഹിസ്സലാം മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പേരക്കുട്ടിയാണ്. ഇതിന് അത്ഭുതം, ഈ 4 വാപ്പമാരും മക്കളും ഒരു മഖാമിലാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. ഫലസ്തീനിൽ റൂം ഒരിച്ച് വരാന്നൊക്കെ പറയുന്നുണ്ട് ഫലസ്തീനിലേക്ക് ഇൻഷാ അല്ലാഹ്. 4 പേരും ഫലസ്തീനിൽ ഖലീലിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ നാടുണ്ട്. മസ്ജിദുൽ അഖ്സയിൽ നിന്ന് 35 കിലോമീറ്റർ 25-35 കിലോമീറ്ററിന്റെ ദൂരം. ഖലീൽ എന്നാണ് നാടിന്റെ പേര്. ഇംഗ്ലീഷിൽ ഹിബ്രോൺ എന്നാണ് പറയാ. അവിടെ മസ്ജിദുൽ ഖലീൽ, ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മസ്ജിദുണ്ട്. അതൊരു ചെറിയ കുന്നാണ്, ഒരുപാട് സ്റ്റെപ്പ് കയറണം. അതിന്റെ കയറുന്നിടത്ത് വലതുഭാഗത്ത് യൂസുഫ് നബി അലൈഹിസ്സലാം, മേലോട്ട് കയറി ചെന്നാൽ സാറ ബീവി റളിയല്ലാഹു അൻഹ, പള്ളിന്റെ ഉള്ളിലേക്ക് ചെന്നാൽ ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം, ഇപ്പുറത്ത് ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ റിഫ്ഖ ബീവി. ഈ റിഫ്ഖ എന്നാണ് ഈ റബേക്ക എന്ന് പറയുന്നത്. റബേക്ക എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന റിഫ്ഖ ബീവിയെ ഇംഗ്ലീഷുകാരൻ വിളിച്ചപ്പോൾ റബേക്ക എന്നായതാണ്. റബേക്ക റിഫ്ഖയാണ്, റിഫ്ഖ ബീവി സൗജത്തു ഇസ്ഹാഖ് റിഫ്ഖ അലൈഹിസ്സലാം അവിടെ എഴുതിയിട്ടുണ്ട്. ഇത് ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ റിഫ്ഖ ബീവിയാണ്. വലത്തോട്ട് ചെന്നാൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അതിന്റെ നേരെ ബാക്കിൽ ജൂതന്മാരാണ്. ഇപ്പോ യാക്കൂബ് നബിയുടെ ഖബർ അവരുടെ കയ്യിലാണ്. നമ്മൾ മദ്രസ ഒരുക്കണവരെ അവിടെ ഒരുച്ചിട്ടുണ്ട്, ജൂതന്മാരും മുസ്ലിമീങ്ങളും. അങ്ങനെ യാക്കൂബ് നബിയെ കിട്ടിയത് ജൂതന്മാർക്കാണ്. മുസ്ലിമീങ്ങളുടെ കയ്യിലുള്ളത് യൂസുഫ് നബി അലൈഹിസ്സലാം, സാറ ബീവി, ഇസ്ഹാഖ് നബി, റിഫ്ഖ ബീവി, ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. മുസിയാർത്തം എല്ലാവരും ഒരുമിച്ച. യൂസുഫ് നബിന്റെ ഉപ്പ യാക്കൂബ് നബി എവിടെ ഉണ്ട്? യാക്കൂബ് നബിന്റെ ഉപ്പ ഇസ്ഹാഖ് നബി ഉണ്ട്. ഇസ്ഹാഖ് നബിന്റെ ഉപ്പ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. എല്ലാവരും ഒരു മസ്ജിദിലാണ്. മാഷാ അല്ലാഹ്. അള്ളാഹു നമുക്ക് സിയാറത്ത് ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. ലോകത്ത് നമ്മൾ എല്ലാ നിസ്കാരത്തിലും ഓർക്കുന്ന നബിയല്ലേ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. അവിടെയൊക്കെ ചെന്ന് ദുആ എടുക്കുമ്പോൾ വല്ലാത്തൊരു അനുഭവമാണ് ആ മസ്ജിദിലേക്ക് കടക്കുന്നത് തന്നെ. സുബ്ഹാനല്ലാഹ്. ഒരുപാട് പോലീസുകാരുടെ, പട്ടാളക്കാരുടെ ചെക്കിംഗ് കഴിഞ്ഞിട്ടേ ഉള്ളിൽ കടക്കാൻ പറ്റുള്ളൂ. ഒരു സൂചി പോലും അതിനകത്തേക്ക് കയറൂല. പള്ളി നിസ്കരിക്കാൻ ആളില്ല, എല്ലാവർക്കും പേടിയാണ് വരാൻ. ടൂറിസ്റ്റുകളൊക്കെ വരുമ്പോൾ അവർക്ക് അകമ്പടിയായി പോലീസുകാർ സൗകര്യം ചെയ്തു കൊടുക്കും. അങ്ങനെ പോവുക, വരിക, അത്രയേ ഉള്ളൂ. എപ്പോഴും വളരെ സെൻസിറ്റീവായി നിൽക്കുന്ന, എപ്പോഴും യുദ്ധം പുറപ്പെടാൻ സാധ്യതയുള്ള ഒരു പ്രദേശം കൂടിയാണത്. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം.
80 കൊല്ലം കഴിഞ്ഞതിന് ശേഷം അള്ളാഹു കാണിച്ചു കൊടുത്തു. സുബ്ഹാനല്ലാഹ്. പക്ഷേ ആ ക്ഷമക്ക് അള്ളാഹു കൊടുത്ത കൂലിയാണത്. മകനെ കാണിച്ചു കൊടുത്തതിന് ശേഷമാണ് മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം ലോകത്തോട് വിട പറയുന്നത്. സല്ലു അലൻ നബി മുഹമ്മദിൻ വആലി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹളറത്തിലേക്ക് എത്തും. അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ. അവിടുത്തെ അള്ളാഹു സന്തോഷിപ്പിക്കട്ടെ.